ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കെംജിയുടെ 11ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയാണ്. ഇപ്പോൾ ഭീമിനെ അവൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമിന് ഏതൊക്കെ കുറേ പയ്യന്മാർ ചേർന്നിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അവൻ്റെ തലയിൽ ഒരു തുണിയൊക്കെ ഇട്ടിട്ട് അവനിങ്ങനെ കവർ ചെയ്തിരുത്തിയിട്ടുണ്ട്. തൊട്ടടുത്തായിട്ട് അവനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ടുവന്ന് എല്ലാവരും ഉണ്ട്. ആ ടൈമിലാണ് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ നമ്മളൊരു പുതിയ ക്യാരക്ടറിനെ പരിചയപ്പെട്ടായിരുന്നു, ക്യാച്ചനാണെങ്കിൽ ഇപ്പോൾ ഭീമിനെ രക്ഷിക്കാനായിട്ട് അങ്ങോട്ടേക്ക് വന്നേക്കാണ്. വെറുതെ ഒന്നുമില്ല, രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സാണ്. ക്യാച്ചൻ വന്നോണ്ടേ തന്നെ ബൈക്കിൽ നിന്ന് ഭയങ്കര സ്റ്റൈലായിട്ടൊക്കെ ഇറങ്ങുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടിനെ തൊട്ട ഒരുത്തനെങ്കിൽ വെറുതെ വിടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മാസ് ഡയലോഗൊക്കെ പറഞ്ഞിട്ട് ഇവന്മാരെല്ലാവരും അടിക്കാൻ കണക്കിന് നിൽക്കുന്നുണ്ട്. ഇവ ഭീമിനെ പിടിച്ചുകൊണ്ട് വന്നേക്കുന്നതിൻ്റെ കാരണം നമ്മുടെ ക്യാഷൻ ഉണ്ടാക്കിയൊരു പണി വെച്ചിട്ടാണ്. ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുത്തൻ്റെ ഗേൾ ഫ്രണ്ടിനെ അല്ല നമ്മുടെ ക്യാച്ചൻ തട്ടിയെടുത്തു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പക തീർക്കാനായിട്ട് ഭീമിനെ പിടിച്ചുകൊണ്ട് വന്നേക്കുന്നത്. അപ്പോൾ ക്യാച്ചനാണെങ്കിൽ ആ ഒരു പയ്യനോട് പറയുന്നുണ്ട്, ഞാൻ അവളോട്ട് ബ്രേക്കപ്പായി, നീ എൻ്റെ ഫ്രണ്ടിനെ വെറുതെ വിട്ടിട്ട് ആ പെണ്ണുമായിട്ട് വീണ്ടും സെറ്റ് ആയിക്കോ, എനിക്കറിയാം യാതൊരു പ്രശ്നമില്ലാന്ന്. സമയം തട്ടിക്കൊണ്ടുവന്ന കൂട്ടത്തിൽ ഒരാൾ പറയുന്നുണ്ട്, അങ്ങനെ പ്രശ്നം സോൾവ് ചെയ്യാനൊന്നും പറ്റത്തില്ല, നിന്നെയൊന്നും അടിക്കാതെ ഞാൻ ഇവിടെ നിന്ന് പോകത്തില്ല എന്ന്. ആ ടൈം ഭീം അവിടെ ഇരുന്നുകൊണ്ട് ക്യാച്ചൻ നീ അടി ഉണ്ടാക്കാൻ പോവല്ലേ ഇതിരുന്ന് വിളിച്ച് പറയുന്നുണ്ട്. എന്നാൽ ക്യാച്ചൻ ഇല്ല ബ്രോ, ഞാൻ അതിനെ രക്ഷിച്ചിരിക്കുമെന്നും പറഞ്ഞിട്ട് അടി ഉണ്ടാക്കാനും പോകുന്നുണ്ട്. ഇതെല്ലാം ഇവനിങ്ങനെ ഭയങ്കര കാര്യത്തിൽ പറഞ്ഞു വരുമ്പോൾ ജെയിൻ അതിൻ്റെ ഇടയിൽ കയറി പറയുന്നുണ്ട്, എൻ്റെ പൊന്നെ ക്യാച്ചനെ ഇങ്ങനെ തള്ളുന്നൊന്നും നിർത്ത്, ഇതൊന്നും അല്ലല്ലോ സത്യമെന്ന്. അങ്ങനെ ശരിക്കും ഫ്ലാഷ് ബാക്കിൽ എന്താ നടന്ന് നമ്മൾ കാണിക്കുന്നുണ്ട്. നേരത്തെ ക്യാച്ചൻ ഏതൊക്കെ സിനിമയൊക്കെ കണ്ടിട്ട് ഇത്തിരി എഫക്റ്റൊക്കെ ഇട്ട് പറഞ്ഞതായിരുന്നു. ശരിക്കുള്ള സംഭവം കാണിക്കുമ്പോഴത്തേക്കും ഭീമിനെ പിടിച്ചുകൊണ്ട് വന്നു എന്നുള്ളതൊക്കെ സത്യം തന്നെയാണ്. എന്നാൽ ക്യാച്ചൻ അവിടെ എത്തുന്ന നേരം മുമ്പേ തന്നെ ഭീം അവനെ പിടിച്ചുകൊണ്ടുവന്ന എല്ലാത്തിനെയും അടിച്ചൊതുക്കിയിട്ടുണ്ടായിരുന്നു. ക്യാച്ചൻ വന്ന് നോക്കുമ്പോൾ എല്ലാം ഓരോ മൂലയ്ക്ക് കിടക്കുന്നതാണ് കാണുന്നത്. ഭീമിനോട് നീ ഓൾറെഡി അവർ അടിച്ചൊതുക്കിയോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ അല്ലാണ്ട് നീയാണെങ്കിൽ അതിനുള്ള കോമ്പൻസേഷനായിട്ടുള്ള പൈസയൊക്കെ കൊടുത്തേക്ക് എന്നും പറഞ്ഞിട്ട് ഭീം അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. ശരിക്കും സംഭവിച്ചത് ഇതായിരുന്നു. അങ്ങനെ ഇതെല്ലാം പറഞ്ഞിട്ട് ഇവ ക്യാച്ചനാണെങ്കിൽ ബാക്കിയുള്ളവരോടൊക്കെ പറയുന്നുണ്ട്, ആക്ച്വലി ഞാനും ഭീമും തമ്മിലെ കട്ട ഫ്രണ്ട്സാണ്, പണ്ട് തൊട്ടേ ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു എന്നൊക്കെ. ഇപ്പോൾ ഇവരെല്ലാവരും നമ്മുടെ കെമ്മിൻ്റെ റൂമിലുണ്ട്, റൂമിൽ ഇരുന്നിട്ടാണ് ഇതൊക്കെ സംസാരിക്കുന്നത്. ക്യാച്ചൻ അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അല്ലേ ബ്രോ എന്നൊക്കെ ഇങ്ങനെ ഭീമിനോട് ചോദിക്കുമ്പോൾ ആ അതെ അതെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് കെമ്മ് ഭീമിനോട് അല്ല നീ ഇതുപോലെ അടിയൊക്കെ ഉണ്ടാക്കുമായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ ടൈം ഭീം അങ്ങനെ മുമ്പ് എന്നെ തന്നെ സ്വയം പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഡിഫെൻസിന് വേണ്ടിയിട്ട് ചെയ്യുമായിരുന്നു, ഇപ്പം അതൊന്നുമില്ല, ആ ലൈഫൊക്കെ ഞാൻ വിട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഭീമാണെങ്കിൽ ക്യാച്ചനെ നോക്കിയിട്ട് നമുക്കാണെങ്കിൽ പ്രായം മാത്രം കൂടിയാൽ പോരല്ലോ, ഇച്ചിരി ബുദ്ധിയും വിവരമൊക്കെ വേണമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അത് കേട്ടത് നമ്മുടെ ക്യാച്ചനാണെങ്കിൽ ഇച്ചിരി ഒന്ന് നാണം കിട്ടുന്നുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റാനായിട്ട് ഇവൻ നേരെ ജെറ്റിൻ്റെ അടുത്തേക്ക് പോവാണ്. ജെറ്റിൻ്റെ കയ്യിൽ ഒരു ബോട്ടിൽ ഡ്രിങ്ക്സ് ഇരിക്കുന്നുണ്ടായിരുന്നു, അത് ക്യാച്ചനിങ്ങി വാങ്ങുകയാണ്. ജെറ്റപ്പോൾ ഭീം ഇപ്പോൾ പറഞ്ഞു കേട്ടില്ലേ ഇത്തിരി പ്രായം മാത്രം കൂടിയ പോലെ ബുദ്ധി വിവരം കൂടെ വേണമെന്ന്. ഇങ്ങനെ പ്രായം മാത്രം കൂടിപ്പോയിട്ട് എന്താ കാര്യമെന്ന് ഇങ്ങനെ പറയാണ്. ആ ടൈമിന് ക്യാച്ചൻ ഇവൻ്റെ അടുത്ത് കയറി ഇരുന്നിട്ട് എൻ്റെ പ്രായം മാത്രമല്ല വലുതായിട്ടുള്ളത്, മറ്റൊന്നും കൂടെയാണ് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ എന്നുള്ള രീതിയിൽ ഇവൻ്റെ അടുത്ത് ഭയങ്കര ഫ്ലേട്ടിംഗ് ആണ്. ജെറ്റിനോട് ക്യാച്ചൻ ഇങ്ങനെ ഫ്ലേട്ട് ചെയ്യുന്ന കണ്ടിട്ട് ചാണിന് അങ്ങോട്ട് തീരെ പിടിക്കുന്നില്ല. ഇമാതിരി ഫ്ലേട്ടിംഗ് ലൈൻസ് ഒക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ കെമ്മ് വരെ ഞെട്ടിപ്പോകുന്നുണ്ട്. അതിനിട്ട് ജെയിനാണെങ്കിൽ വെറുതെ ചുമ്മാ എൻ്റെ അനിയനെ ഇട്ട് കളിയാക്കല്ലെന്നും പറഞ്ഞിട്ട് ക്യാച്ചനിട്ട് 2 അടി കൊടുക്കുന്നുണ്ട്. ഈ ടൈം ഭീം പറയുന്നുണ്ട്, ഞാനിപ്പോൾ ക്യാച്ചനെ വിളിച്ചു വരുത്താൻ കാരണം ഈ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ നമുക്ക് അവൻ്റെ ഹെൽപ്പ് ആവശ്യമുള്ളതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ഭീം നേരെ റൂമിൻ്റെ ഡോറിൻ്റെ അങ്ങോട്ടേക്ക് പോവാണ്. അവിടെ ഒരു മന്ത്രത്തിൻ്റെ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അവൻ മറ്റെന്തോ ഒരു മന്ത്രം കൂടെ പറഞ്ഞിട്ട് ആ റൂം ഫുള്ളൊന്ന് സേഫ് ആക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മളിവിടെ എന്താണ് സംസാരിക്കാൻ പോകുന്നത് അതൊന്നും തന്നെ റാമ്പ് ഇങ്ങനെ കേൾക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാൻ എന്താണെന്ന് ഞാൻ പെട്ടെന്നൊന്ന് വിശദീകരിച്ച് പറയാമെന്ന്. അങ്ങനെ അവൻ പിന്നീട് പ്ലാനൊക്കെ പറയുന്നുണ്ട്. എന്നത് എന്താണെന്ന് നമ്മളെ കാണിക്കുന്നില്ല. അതിനുശേഷം പിന്നീട് ഓരോരുത്തരും അവരുടേതായ വർക്കിന് പോകുന്നുണ്ട്. പിന്നെ ആ ഒരു റൂമിൽ കെമ്മും പിന്നെ ഭീമും പിന്നെ ജെയിനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭീമാണെങ്കിൽ കെമ്മിൻ്റെ കുറച്ച് മുടിയാണെങ്കിൽ മുറിച്ചെടുത്ത് ഒരു കവറിലാക്കിയിട്ട് ജെയിനിന് കൊടുക്കുന്നുണ്ട്. അവൾക്ക് എന്തൊരു വർക്ക് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവളുടെ അടുത്ത് പോയി ഇത് പെട്ടെന്ന് ചെയ്തു, എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട്. ജെയിനും താനത് പെട്ടെന്ന് ചെയ്യാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നിട്ട് കെമ്മാണെങ്കിൽ എന്തോ പേരെ കാര്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് ഭീമാണെങ്കിൽ അല്ല എന്താ ചെയ്യുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. കെമ്മ സമയം അവനാണെങ്കിൽ ഇവർ ഓരോ ഡ്രോയിങ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ലെറ്റർ എഴുതി വെച്ചിട്ട് പോകാമെന്നാണ്. എന്നാൽ ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്നെ രക്ഷിക്കാനായിട്ട് കൂടെ നിൽക്കുന്ന ഓരോരുത്തരുടെ പടം ഞാൻ വരച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് വരച്ച പടങ്ങളെല്ലാം തന്നെ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. ആ സമയം തന്നെ കെമ്മാണെങ്കിൽ ഭയങ്കര വിഷമത്തിലാണെന്ന് മനസ്സിലായിട്ട് ഭീം അവനെ ഒന്ന് ഹഗ് ചെയ്ത് സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ക്യാച്ചൻ്റെയും ചാണിൻ്റെയും ജെറ്റിനെയാണ്. ഇപ്പം ക്യാച്ചൻ ചാണിൻ്റെയും ഒരു കാർ ഇരുത്തിയിട്ട് ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ റേസിങ് ചെയ്യുകയാണ്. ചാണിന് ആക്ച്വലി അവൻ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. അങ്ങനെ ഒരു റേസിങ് കഴിഞ്ഞിട്ട് വണ്ടി കൊണ്ട് ഒതുക്കുന്നതും ജെറ്റാണെങ്കിൽ ക്യാച്ചൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ പൊന്നെ സൂപ്പറായിട്ട് റേസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ചാണിനോട് എങ്ങനെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് എന്ന് ചോദിക്കുമ്പോൾ ചാണും ആ കൊള്ളാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ അത്രയും സ്പീഡിൽ റേസ് ചെയ്തുകൊണ്ട് തന്നെ ഇവനാണെങ്കിൽ വൊമിറ്റ് ചെയ്യാനൊക്കെ തോന്നിയിട്ട് ചാൺ ഒരുമാതിരിയായി നിൽക്കുകയാണ്. ആ സമയം ജെറ്റ് ചാണിനോട് നീ ഓക്കെ അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ക്യാച്ചനാണെങ്കിൽ ചാണിനെ കൊണ്ട് ഡ്രൈവിങ് ചെയ്യാൻ പറ്റുമോ ഇല്ലെങ്കിൽ പ്ലാനിൽ ഞാൻ തന്നെ ഇൻക്ലൂഡായിട്ട് കാർ ഓട്ടിക്കാം ആ ടൈം ആകുമ്പോൾ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ജെറ്റാണെങ്കിൽ ഇല്ല ഭീമു പറഞ്ഞല്ലോ ഇത് ഇവൻ തന്നെ ചെയ്യണമെന്ന്, കാരണം ചാണിൻ്റെ ഇൻസ്റ്റിങ്ക്റ്റൊക്കെ ഭയങ്കര പവർഫുള്ളാണ്, അവന് എന്തെങ്കിലും നടക്കാൻ പോകുന്നതിനെക്കുറിച്ച്
കുറിച്ച് പെട്ടെന്നൊരു ഫ്യൂച്ചർ കാണാൻ പറ്റും, അതുകൊണ്ട് അവൻ തന്നെ ഇത് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ ഷാണാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു കഴിവുള്ളതുകൊണ്ട് മാത്രമല്ലേ, നീയാണെങ്കിൽ ഞാൻ തന്നെ വണ്ടി ഓടിക്കണമെന്ന് വാശി പിടിക്കുന്നത്, ഇല്ലെങ്കിൽ കാച്ചൻ തന്നെ ചെയ്താൽ മതി എന്ന് നീ പറയുമായിരുന്നല്ലോ. നിനക്ക് അവനല്ലേ കൂടുതൽ വിശ്വാസം എന്നിങ്ങനെ പറയുകയാണ്. ആക്ച്വലി ഷാണാണെങ്കിൽ ഇപ്പോൾ ജെറ്റും കാച്ചനും ഇച്ചിരി ക്ലോസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വിഷമത്തിലാണ് ഇരിക്കുന്നത്. ആ സമയം ഇവനിങ്ങനെ പറയുമ്പോഴത്തേക്കും എന്താ ജെറ്റിന് ചെറിയ സങ്കടമാവുന്നുണ്ട്. ജെറ്റ് നേരെ കാച്ചൻ്റെ അടുത്ത് പോയിട്ട് എന്തൊക്കെ വന്നാലും ശരിയല്ല, ഞാൻ ഷാണിൻ്റെ കൂടെ പോകത്തുള്ളൂ, ഞാൻ അവൻ്റെ കൂടെ നിൽക്കത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. കാച്ചനപ്പോൾ നീ ആദ്യമായിട്ടാണ് ഇത്രയും ഒരാളെ വിശ്വസിക്കുന്നത് ഞാൻ കാണുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം തന്നെ ജെയിനാണെങ്കിൽ ജെറ്റിനെ കോൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജെറ്റ് കാച്ചൻ്റെ അടുത്ത് നീ ചുമ്മാ അവനെ കളിയാക്കാൻ നിൽക്കരുത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് മാറി നിൽക്കുന്നുണ്ട്. എന്നാൽ കാച്ചൻ വിടോ, കാച്ചൻ നേരെ നമ്മുടെ ഷാണിൻ്റെ അടുത്തേക്ക് വന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ക്ലോസ് ആണോ എന്നൊക്കെയാണ് ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ അതേന്ന് പറയുമ്പോഴത്തേക്ക് കാച്ചൻ ഞാനും അവനും പണ്ട് തൊട്ടേ ക്ലോസ് ആണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ഷാണാണെങ്കിൽ എന്നിട്ട് ജെറ്റ് ഒരിക്കൽ പോലും നിന്നെക്കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ഞാനും അവനും ലാസ്റ്റ് കണ്ടത് അവൻ കോളേജിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ആണെന്നൊക്കെ ഇങ്ങനെ കാച്ചൻ തിരിച്ച് പറയുന്നുണ്ട്. ആ സമയം ഷാണാണെങ്കിൽ നിങ്ങൾ ഭയങ്കര ക്ലോസ് ആണെങ്കിൽ ഇടയ്ക്ക് മീറ്റ് ചെയ്യാനുള്ള ടൈമെല്ലാം നിങ്ങൾ എന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. കാച്ചനപ്പോൾ അതൊക്കെ ശരിയാണ്, പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനെക്കാളും ഒക്കെ ഞങ്ങൾ ക്ലോസ് ആണെന്ന് പറയുന്നുണ്ട്. ഷാണപ്പോൾ നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കാച്ചൻ പറയുന്നുണ്ട് അത് പിന്നെ ഞാൻ അവനായിട്ട് ഇത്രയും ക്ലോസ് ആവാൻ കാരണം അവൻ്റെ ഫസ്റ്റ് ടൈം ഞാനായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഷാണിന് ഒരുമാതിരി ആവുകയാണ്. കാരണം ഷാണും പിന്നെ ജെറ്റും ഇൻറ്റിമേറ്റ് ആയതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അതിനുശേഷം അവർ തമ്മിൽ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുമുണ്ട്. ആ സമയം ജെറ്റ് പറഞ്ഞത് നീയാണ് എൻ്റെ ഫസ്റ്റ് ടൈം എന്നാണ്. എന്നാൽ ഇപ്പോൾ കാച്ചനായിരുന്നു ജെറ്റിൻ്റെ ഫസ്റ്റ് ടൈം എന്നിങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ ഷാണിന് എന്തോ സംശയം വരാണ്. ജെറ്റിൻ്റെ അടുത്ത് കള്ളം പറഞ്ഞതാണോ പറ്റിക്കുവാണോ അങ്ങനെ ഓരോ തോട്ട്സ്. ഷാണാണെങ്കിൽ ദേഷ്യം വന്നിരിക്കുകയാണെന്ന് മനസ്സിലായിട്ട് കാച്ചൻ അവനെ ചെറുതായിട്ടൊന്ന് ദേഷ്യം പിടിപ്പിക്കാനായിട്ട് വീണ്ടും പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ ഡ്രൈവ് ചെയ്തില്ലേ, അതിനേക്കാളും സ്പീഡിന് നീയാണെങ്കിൽ ഇപ്പോൾ വണ്ടി ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ നിനക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം, കാരണം അവൻ നിനക്ക് ഒന്നും പറഞ്ഞു തന്നിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു വാശിയിൽ ഷാണാണെങ്കിൽ കാച്ചിൻ്റെ അടുത്ത് വണ്ടി കയറാൻ പറഞ്ഞിട്ട് അവൻ അങ്ങ് കയറിയിരുന്ന് ഡ്രൈവ് ചെയ്യുവാണ്. ജെറ്റ് കോളിൽ സംസാരിച്ച് കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് കാറങ്ങ് പറന്നു പോകുന്നതാണ്. ഷാണാൻ ഓട്ടിക്കുന്നതെന്നും ഇവന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ കാർ ഓടിച്ചിട്ട് കൊണ്ടു നിർത്തുന്നതും ജെറ്റ് നേരെ ഷാണിൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ പൊന്നെ അത് അടിപൊളിയായിരുന്നു, നീ എന്തൊറ്റി ഇപ്പം ഇങ്ങനെ ഓട്ടിക്കാനായിട്ട് ഇവൻ്റെ അടുത്തുള്ള റിവെഞ്ച് എടുത്തതാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഷാണപ്പോൾ അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തെങ്കിലും സ്പീഡിന് ഓടിച്ചപ്പോൾ തന്നെ നമ്മുടെ ഷാണിന് വീണ്ടും വൊമിറ്റ് ചെയ്യാനായിട്ട് തോന്നുന്നുണ്ട്. ഷാണിൻ്റെ കൂടെ ഇരുന്ന് പോയ കാച്ചനും ഇത്തവണ വൊമിറ്റ് ചെയ്യാനായിട്ട് തോന്നിയിട്ട് രണ്ടുപേരും കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് തടവി കൊടുത്ത് രണ്ടുപേരും വൊമിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് നിന്നിട്ട് നമ്മുടെ ജെറ്റിനും ചിരി വരുന്നുണ്ട്. പിന്നീട് നൈറ്റ് ആകുമ്പോൾ റാംബോങ് ഇവരെല്ലാവരും നിരീക്ഷിക്കുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. റാംബോങ്ങിൻ്റെ കൂടെ അവളുടെ വരുതിയിലായിട്ട് ഒത്തിരി ആത്മാക്കളും ഉണ്ട്. റാംബോങ് ആണെങ്കിൽ ആത്മാക്കളുടെ അടുത്ത് ഒരാളെപ്പോലും വെറുതെ വിടരുത്, നമ്മുടെ ആ ഒരു ലക്ഷ്യം തീർക്കുന്നവരെ ആര് തടസ്സം നിന്നാലും അങ്ങ് തീർത്തേക്കാനുള്ള രീതിയിൽ എല്ലാ ആത്മാക്കൾക്കും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ട് അവൾ ബാക്കിയുള്ളവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം കെമ്മും ഭീമും ജെറ്റും ഷാണും കാച്ചനും ജെയിനും ഇവർ 6 പേരും കൂടെ ആയിട്ട് നമ്മുടെ കെമ്മ് താമസിക്കുന്ന ആ ഒരു അപ്പാർട്ട്മെൻറ്റ് പുറത്തിപ്പോൾ വന്ന് നിൽക്കുന്നുണ്ട്. കാച്ചൻ്റെ അടുത്ത് കാറ് കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനിപ്പോൾ 2 കാറ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കാച്ചൻ്റെ അടുത്ത് വല്ല സിമ്പിൾ കാറും കൊണ്ടുവരാനല്ലേ ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടത് എന്ന് ഭീമു പറയുമ്പോൾ കാച്ചനാണെങ്കിൽ എൻ്റെ കയ്യിലുള്ളതിൽ ഏറ്റവും വില കുറഞ്ഞ കാറ് ഇതാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ അത് ഏതോ വിലപിടിപ്പുള്ള റേസിംഗ് കാറൊക്കെ ആയിരുന്നു. അപ്പോൾ അവനിങ്ങനെ പറയും നിൽക്കുമ്പോൾ കെമ്മാണെങ്കിൽ ഇതാണോ വില കുറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. കാച്ചനപ്പോൾ കെമ്മിൻ്റെ അടുത്തോട്ട് പോയിട്ട് അതേന്നൊക്കെ പറയുന്നുണ്ട്. കെമ്മപ്പോൾ പക്ഷേ കുറച്ച് സീറ്റേ ഉള്ളൂ എന്ന് പറയുമ്പോൾ കാച്ചൻ എല്ലാവർക്കും കൂടെ ഇറുതിയാക്കി ഇരിക്കാനേ അതിലെ രസം എന്ന രീതിയിൽ ഇങ്ങനെ ഫ്ലേർട്ട് ചെയ്യുന്ന പോലെ കെമ്മിനോട് പറയുന്നുണ്ട്. ഇവൻ കെമ്മിൻ്റെ അടുത്ത് നിന്ന് ഫ്ലേർട്ട് ചെയ്യുന്ന കണ്ടിട്ട് നമ്മുടെ ഭീമിനാണെങ്കിൽ നല്ല ദേഷ്യവും വരുന്നുണ്ട്. കാച്ചന് ഇതൊക്കെ ഒരു രസം. വെറുതെ ഇരിക്കുന്നവരുടെ അടുത്തേക്കൊക്കെ പോയിട്ട് ഒന്ന് തീ കൊളുത്തി വിട്ടില്ലെങ്കിൽ അവന് തീരെ സമാധാനമില്ല. അതിപ്പോൾ ഓരോരുത്തരടുത്ത് പോയിട്ട് ചെയ്യുമ്പോഴും വർക്കൗട്ട് ആവുന്നുമുണ്ട്. മെയിനാണെങ്കിൽ ഇതേ സമയം ജെറ്റിൻ്റെ അടുത്ത് നീ സേഫായിട്ട് തന്നെ ഇരിക്കണം, പ്രശ്നമൊന്നും ഉണ്ടാവാതെ നോക്കിക്കോണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ജെറ്റപ്പോൾ ഞാൻ പൊളിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭീമ വിളിച്ചിട്ട് അവനോട് സംസാരിക്കാനായിട്ട് പോകുന്നുണ്ട്. ഈ സമയം ജെയിനാണെങ്കിൽ ചാടിനോട് നീ ജെറ്റിനൊന്ന് നോക്കിക്കോണേ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ജെയിനും നേരെ ഭീമിൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. ഇതേ സമയം കാച്ചനാണെങ്കിൽ ചാടിനെ പിടിച്ച് ചേർത്തിട്ട് അല്ല ഞാനാണ് അവൻ്റെ ഫസ്റ്റ് ടൈം നിൻ്റെ അടുത്ത് പറഞ്ഞില്ലേ, നിനക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണ്ടേ എന്നൊക്കെ ഇങ്ങനെ വീണ്ടും ചോദിക്കുന്നുണ്ട്. ഞാൻ ആ സമയം ഇല്ല എനിക്ക് താല്പര്യമില്ല, അവൻ്റെ പാസ്റ്റ് എന്താണെന്നൊന്നും അറിയേണ്ട ആവശ്യം എനിക്കില്ല, അവനിപ്പോൾ എങ്ങനെയാണുള്ളത് പ്രസൻറ്റ് എനിക്കത് മാത്രം മതി, അല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും അറിയാൻ വേണ്ട, അതിപ്പോൾ അവൻ്റെ പാസ്റ്റ് എങ്ങനെയായിരുന്നെങ്കിലും എനിക്ക് യാതൊരു പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട്. കാച്ചനപ്പോൾ നിൻ്റെ ഈ വാക്കൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് നിന്നെ അങ്ങ് ഇഷ്ടപ്പെടുമോ, നീ ഇത് നല്ല ചെക്കന എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഭീമാണെങ്കിൽ രണ്ടുപേരും ഒന്ന് സംസാരിക്കുന്നത് നിർത്തിയിട്ട് ഇങ്ങോട്ട് വരോ എന്ന രീതിയിൽ രണ്ടുപേരെയും വിളിക്കുന്നുണ്ട്. അങ്ങനെ അവരും ഭീമിൻ്റെ അടുത്തേക്ക് പോവാണ്. ഭീമാണെങ്കിൽ റാംബോങ് ഇവരെ നിരീക്ഷിക്കുന്നുണ്ട് എന്നറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ പ്ലാനൊന്നും പറയുന്നില്ല. ജസ്റ്റ് എല്ലാവരുടെ അടുത്തും സേഫായിട്ടിരിക്കും, ഇന്നത്തെ രാത്രി നമ്മളെല്ലാവരും കഴിച്ചു കൂട്ടിയേ പറ്റുള്ളൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഓരോരുത്തരും ഓരോരോ കാറുകളിലായിട്ട് കയറി പോകുന്നുണ്ട്. ഫസ്റ്റ് തന്നെ
പോകുന്നത് ക്യാച്ചൻ കൊണ്ടുവന്നതിൽ ഒരു ചുമന്ന കാറാണ്. ആ കാറ് നമ്മുടെ റാംബുങ് നിരീക്ഷിച്ചിട്ട് അതിൻ്റെ അകത്തല്ല കെമ്മുള്ളത് എന്ന് പറയുന്നുണ്ട്. രണ്ടാമത് പോയത് ഒരു വൈറ്റ് കാറാണ്, അതിൻ്റെ അകത്താണ് കെമ്മുള്ളത്. അവനെ ഫോളോ ചെയ്യാനായിട്ട് ഇവളെ വരുത്തിയിരിക്കുന്ന എല്ലാ ആത്മാക്കളോടും പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു ആത്മാക്കൾ ആ ഒരു വൈറ്റ് കാറ് ഫോളോ ചെയ്യുന്നുണ്ട്. ആ കാറിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത് ചാണും പിന്നെ കെമ്മുമായിരുന്നു. ഇവർ പോകുന്നതനുസരിച്ച് ആത്മാക്കൾ തൊട്ടടുത്ത് എത്തിയെന്നുള്ള കാര്യം കെമ്മിന് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആ സമയം നമ്മുടെ ചാണം ഒന്ന് ടെൻഷനാകുമ്പോൾ കെമ്മാണെങ്കിൽ ഓക്കെ ആണെന്നുള്ള രീതിയിൽ ചാണിൻ്റെ കൈ പിടിച്ചിട്ട് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ആ സമയം നമ്മൾ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. രാവിലെ ഭീം ആ ഒരു റൂമിൽ വെച്ച് പ്ലാനൊക്കെ പറഞ്ഞപ്പോൾ അതെന്താണെന്ന് നമ്മളെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഭീമാണെങ്കിൽ എല്ലാവരുടെ അടുത്തും കൂടെ ആയിട്ട് പറയുന്നുണ്ട്. റാംബുങ് ആണെങ്കിൽ ഇത്രയും വർഷങ്ങളായിട്ട് അവളുടെ ആ ഒരു റിവഞ്ച് ചെയ്യാനായിട്ട് നിൽക്കുന്ന സമയത്തെല്ലാം തന്നെ അവളുടെ പവർ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് പോലും ഉറപ്പില്ലാത്തൊരു കാര്യമാണ്. എന്നാൽ നമുക്ക് ഇപ്പം അനുവദനീയമായിട്ടുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് സമയമാണ്. നമ്മൾ റാംബുങ്ങിൻ്റെ സമയം പരമാവധി കളയാനായിട്ട് നോക്കണം. എന്നാൽ മാത്രമേ ഈ ഒരു ദിവസം, അതായത് കെമ്മിൻ്റെ ബർത്ത്ഡേ ദിവസം നമുക്ക് കടത്തി വിടാനായിട്ട് പറ്റത്തുള്ളൂ. റാംബുങ് കെമ്മിനെ ശപിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അവൻ്റെ ആത്മാവ് എവിടെയാണെങ്കിലും അവൾക്കത് സെൻസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളാണെങ്കിൽ അവളെ ഇപ്പോൾ ഒന്ന് കൺഫ്യൂസ്ഡ് ആക്കാനായിട്ട് പോവാണ്. ഞാൻ കെമ്മിൻ്റെ ഓരോ സാധനങ്ങളും പ്രാർത്ഥിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെ കയ്യിലായിട്ട് ഞാൻ തരും. അത് വെച്ചിട്ട് കെമ്മിൻ്റെ ആത്മാവ് ശരിക്കും എവിടെയാണുള്ളത് എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇത്തിരി സമയം എടുക്കും. ജെറ്റിൻ്റെ ചേച്ചി ജെയിനാണെങ്കിൽ ഈ പാവകളിലെല്ലാം കുറച്ച് മന്ത്രങ്ങളൊക്കെ പ്രയോഗിക്കാറുണ്ട്. അപ്പം ഇപ്പം അതിൻ്റെ ഒരു ഹെൽപ്പും കൂടെ വാങ്ങിച്ചിട്ടാണ് ഇങ്ങനെ ഇവർ ചെയ്യാനായിട്ട് നിൽക്കുന്നത്. അതുമാത്രമല്ല, എങ്ങാനും ഇപ്പോൾ കെമ്മിൻ്റെ ആത്മാവ് എവിടെയാണുള്ളതെന്ന് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് റാംബുങ് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അവളുടെ സമയം വീണ്ടും കളയാനായിട്ട് അവളുടെ മുന്നിൽ കൊണ്ട് നിർത്താൻ നമുക്കൊരു ഫേക്കായിട്ടുള്ള ഒരു കെമ്മിനെ വേണം. അങ്ങനെ ഒരു കെമ്മാവാൻ പോകുന്നത് ജെറ്റാണെന്നും പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അത് കാണിച്ചിട്ട് പ്രസൻറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ആ ഒരു വൈറ്റ് കാറിൽ ചാണിൻ്റെ കൂടെ ഇരുന്ന് പോകുന്നത് ശരിക്കുള്ള കെമ്മല്ല, പകരം ജെറ്റാണ്. ഇപ്പം എന്തൊരു മന്ത്രം പ്രയോഗിച്ചിട്ട് അവന് കെമ്മിൻ്റെ അപ്പിയറൻസ് കിട്ടിയിരിക്കുന്നതാണ്. അപ്പോൾ ചാണിൻ്റെ കൂടെ ഉള്ളത് ഇപ്പോൾ ജെറ്റ് തന്നെയാണ്. ജെറ്റിനും ആത്മാക്കളെ കാണാൻ കഴിയുന്നതുകൊണ്ട് തന്നെ ഇവരെ കാറിൻ്റെ അടുത്തേക്ക് ആത്മാക്കൾ വരുമ്പോഴത്തേക്കും ഇവൻ കുറേ മന്ത്രമൊക്കെ പ്രയോഗിക്കുന്നുണ്ട്. ആ സമയം ആത്മാക്കളെല്ലാം അവിടെ നിന്ന് മാങ്ങി പോകുന്നുണ്ട്. ഇത്തിരി ഒന്ന് സേഫായി എന്ന് വിചാരിക്കുമ്പോൾ ചാണ് പറയുന്നുണ്ട് നമ്മൾ സേഫ് ഒന്നും ആയിട്ടില്ല, ഒരു കാറ് നമ്മൾ ഇടിക്കാൻ കണക്കിന് നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. ആ ഒരു കാറിൻ്റെ അടുത്ത് നിന്ന് എസ്കേപ്പായി ഇവർ ഹൈവേ റോഡിൽ നിന്ന് വേറൊരു ചെറിയ റോഡിലോട്ട് വന്ന് കയറാണ്. അവരങ്ങനെ ഒരു പാലത്തിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്കും ജെറ്റാണെങ്കിൽ വണ്ടി നിർത്താനായിട്ട് പറയുന്നുണ്ട്. വണ്ടി നിർത്തുന്നതും ജെറ്റ് നോക്കുമ്പോൾ കാണുന്നത് പുറകിലോ ഫ്രണ്ടിലോ ഒക്കെ ആയിട്ട് റാംബുങ് ആണെങ്കിൽ മൈൻഡ് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ആത്മാക്കൾ നിൽക്കുന്നതാണ്. ആത്മാക്കൾ മാത്രമല്ല, റാംബുങ് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒത്തിരി മനുഷ്യർ അവിടെ ഉണ്ടായിരുന്നു. ആ സമയം റാംബുങ് ഇവരുടെ മുന്നിലേക്ക് വരാണ്. ചാണാണെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങാനായിട്ട് പോകാൻ നിൽക്കുന്നത്. ജെറ്റ് എനിക്ക് 1 മിനിറ്റ് വേണമെന്ന് പറയുന്നുണ്ട്. കാരണം നേരെ മരിക്കാൻ വരെ ചാൻസുള്ള അവസ്ഥയിലേക്കാണ് ഇവർ കയറാനായിട്ട് പോകുന്നത്. അങ്ങനെ ജെറ്റും ഒരു ദീർഘശ്വാസമൊക്കെ എടുത്തിട്ട് രണ്ടുപേരും വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ജെറ്റാണെങ്കിൽ കെമ്മായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ റാംബുങ്ങിന് അത് ജെറ്റാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. റാംബുങ് ആണെങ്കിൽ കെമ്മിനോട് സംസാരിക്കുന്ന പോലെ ജെറ്റിനോട് പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചത് ആ ഒരു ഭീമാണെങ്കിൽ എന്തെങ്കിലും നല്ല പ്ലാനൊക്കെ കൊണ്ടുവരുമെന്നാണ്, എന്നാൽ അവൻ്റെ കയ്യിൽ യാതൊരു പ്ലാനും ഇല്ലല്ലോ, ഇത്രയേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം നമ്മുടെ ജെറ്റാണെങ്കിൽ ഇരുന്ന് പറയുന്നുണ്ട്, നിനക്കതിന് എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, മന്ത്രവാദിനിന്ന്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് റാംബുങ് മന്ത്രവാദിനിയോ, ഞാൻ മന്ത്രവാദിനിയൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. ജെറ്റ് ആ സമയം എന്തോന്നാണെങ്കിലും നിനക്കെന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. റാംബുങ് അപ്പോൾ ഇവൻ്റെ മൈൻഡ് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, എന്നാൽ പറ്റുന്നില്ല. ആ സമയം ജെറ്റാണെങ്കിൽ നിനക്ക് അതിനെ കൊണ്ടൊന്നും നടക്കൂല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ ടൈമിൽ റാംബുങ്ങിന് വാശി കയറിയിട്ട് അവളാണെങ്കിൽ മൈൻഡ് കൺട്രോൾ ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു മനുഷ്യരെ എല്ലാവരെയും ഇവരെ നേർക്ക് വിടാണ്. അവരെല്ലാവരും ബൈക്കിൽ ഇരിക്കുന്നവരായിരുന്നു. സോ ബൈക്കിൽ ഇടിക്കാൻ വരുന്ന കണക്കിന് നമ്മുടെ ചാണിൻ്റെ അടുത്തേക്കും ജെറ്റിൻ്റെ അടുത്തേക്കും നേരെ വരുന്നുണ്ട്. ജെറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ചാണ് അവൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പിടിച്ച് നിർത്തുന്നുണ്ട്. ആ സമയം കെമ്മ് എന്നിങ്ങനെ വിളിക്കാനുള്ളതിന് ജെറ്റ് എന്നിങ്ങനെ വിളിക്കുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കെമ്മിൻ്റെ അപ്പിയറൻസിൽ അവിടെ വന്ന് നിൽക്കുന്നത് ജെറ്റാണെന്ന്. റാംബുങ്ങിന് അവർ തങ്ങളെ പറ്റിച്ചു എന്ന് മനസ്സിലാവുമ്പോഴത്തേക്കും ഉടനെ തന്നെ എന്തൊരു മന്ത്രം പ്രയോഗിച്ചിട്ട് ജെറ്റിനെ വലിച്ചിടുന്നുണ്ട് താഴേക്ക്. ആ സമയം തന്നെ ജെറ്റിൻ്റെ കയ്യിൽ ഒരു പാവ ഉണ്ടായിരുന്നു. ആ പാവ ഇരിക്കുന്നിടത്തോളം നേരമായിരുന്നു അവൻ കെമ്മിൻ്റെ അപ്പിയറൻസ് ഉണ്ടായിരുന്നത്. ആ പാവ അവൻ്റെ അടുത്ത് നിന്ന് തെറിച്ച് പോകുന്നതും അവൻ്റെ രൂപത്തിൽ തന്നെ ജെറ്റായി മാറുന്നുണ്ട്. മാത്രമല്ല മറ്റൊരു ആത്മാവിനെ ഉപയോഗിച്ചിട്ട് ജെറ്റിൻ്റെ കഴുത്തിങ്ങിരിച്ച് അവനെ കൊല്ലാൻ വരെ നോക്കുന്നുണ്ട്. അതും കാണിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ചാണിനോട് സത്യം പറ, എവിടെയാണ് ശരിക്കും ഭീമും കെമ്മും ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ചാണ ആദ്യമൊക്കെ പറയാതിരിക്കുന്നുണ്ട്, എന്നാൽ ജെറ്റ് മരിച്ചു പോകും എന്നൊരു സിറ്റുവേഷൻ ആകുമ്പോൾ ചാണ് പറയുന്നുണ്ട്, അവരാണെങ്കിൽ ഇപ്പോഴും ശരിക്കും ആ ഒരു അപ്പാർട്ട്മെൻറ്റിൽ അവൻ്റെ റൂമിൽ തന്നെയുണ്ട്, അവർ നിങ്ങളെ പറ്റിക്കാനായിട്ട് അവരൊന്ന് കാണിച്ചതാ, അച്ഛൻ്റെ കൂടെയും അവർ പോയിട്ടില്ല, കെമ്മും ഭീമും ഇപ്പോഴും ആ റൂമിൽ തന്നെ ഉണ്ടെന്ന് പറയാം. റാംബുങ് അപ്പോൾ അവളുടെ ഒരു സെൻസ് യൂസ് ചെയ്ത് നോക്കുന്നുണ്ട്. ആ ടൈമിൽ ചാൺ പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അവരെ രണ്ടുപേരും അവിടെ വിട്ടിട്ട് ഇവളും മറ്റാത്മാക്കളും ഇവിടെ നിന്ന് മാങ്ങി പോകുന്നുണ്ട്. എന്നാൽ ആ നേരം കൊണ്ട് തന്നെ ജെറ്റിൻ്റെ ബോധമൊക്കെ പോയിട്ടുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. ചാണകം ജെറ്റിൻ്റെ അടുത്തേക്ക് വന്നിരുന്നിട്ട് ജെറ്റ് എഴുന്നേക്ക്, നീ എന്നെ വിട്ടിട്ട് പോവരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്ന് എത്ര വിളിച്ചിട്ടും ജെറ്റ് എഴുന്നേൽക്കുന്നില്ല. ചാണാണെങ്കിൽ കരയുകയും ചെയ്യാണ്. ആ ടൈമിന് ജെറ്റ് ചെറുതായിട്ട് കണ്ണു തുറക്കുന്നുണ്ട്. അവൻ കണ്ണു തുറക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അവൻ്റെ ദേഹത്ത് ഏതൊരു ആത്മാവുള്ളത് പോലെയാണ്. ജെറ്റ് ഒന്നും പറയാതെ തന്നെ അവിടെ കിടന്നിടത്തുനിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. എഴുന്നേറ്റ് ആ ഒരു പാലത്തിൻ്റെ അറ്റത്തേക്ക് പോയി നിൽക്കുകയാണ്. ചാണിൻ്റെ കോളറിൽ പിടിച്ചിട്ട് ഒരുമിച്ച് എന്ന് പറഞ്ഞിട്ട് അവനെയും കൊണ്ട് അവിടെയുള്ള വെള്ളത്തിലേക്ക് അങ്ങ് ചാടാണ്. പിന്നീട് കാണിക്കുന്നത് പീമിനെ കെമ്മിനെയാണ്. അവരിപ്പോൾ ചാൺ പറഞ്ഞ പോലെ തന്നെ ആ ഒരു റൂമിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ടൈമിന് റാംബുങ് അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. റാംബുങ് ഇവരെടുത്ത് എന്നെ പറ്റിക്കാന്നാണ് വിചാരിച്ചത് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവരുടെ രണ്ടുപേരും കഴുത്ത് അങ്ങ് വെട്ടിക്കളയുന്നുണ്ട്. എന്നാൽ ആ ടൈമിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് വീണ്ടും അവർ ഇവിടെ പറ്റിച്ചിരിക്കുകയാണെന്ന്. ശരിക്കും അവിടെ ഉണ്ടായിരുന്നത് ഒറിജിനൽ കെമ്മും പിന്നെ പീമും അല്ല, അത് ആക്ച്വലി രണ്ട് പാവകൾ മനുഷ്യരുടെ രൂപത്തിൽ ഇവരിങ്ങനെ ആക്കി വെച്ചേക്കുന്നതായിരുന്നു. അങ്ങനെ വീണ്ടും പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലായിട്ട് ഇവളിങ്ങനെ പെട്ട് നിൽക്കുമ്പോഴത്തേക്കും ആ ഒരു റൂമിൻ്റെ അകത്തുനിന്ന് ജെയിൻ പുറത്തേക്ക് വരുന്നുണ്ട്. ജെയിൻ അവിടെ നിന്ന് ഇതിങ്ങനെ കൺട്രോൾ ചെയ്യുമായിരുന്നു. ജെയിനാണെങ്കിൽ റാംബുങ്ങിനോട് പറയുന്നുണ്ട് എന്നെ പാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കാതെ പെട്ടെന്ന് പോകാൻ നോക്ക്, ഇല്ലെങ്കിൽ നിന്റെ സമയം തന്നെ പോകുന്നു. ഇതേ സമയം ശരിക്കുള്ള നമ്മുടെ പീമിനെയും കെമ്മിനെയും കാണിച്ചു വരികയാണെങ്കിൽ അവരിപ്പോൾ ക്യാറ്റിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. നേരത്തെ ആ ഒരു സെൻസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ചാൺ പറഞ്ഞതനുസരിച്ച് ക്യാറ്റിൻ്റെ കൂടെയാണുള്ളത്, ഇവർ ഈ റൂമിൽ തന്നെയാണോ ഉള്ളത് എന്നിങ്ങനെ റാംബുങ് അന്വേഷിക്കുന്ന ടൈമിന് ഇവിടെയാണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതിന് കാരണം കെമ്മാണെങ്കിൽ ഇൻവിസിബിൾ ആയിട്ടാണ് ഇരിക്കുന്നത്. എന്തോ ഒരു മന്ത്രം പ്രയോഗിച്ചിട്ടുണ്ട്, അത് വെച്ചിട്ട് അവൻ ഇൻവിസിബിൾ ആണ്. റാംബുങ്ങിന് കെമ്മിൻ്റെ ആത്മാവ് എവിടെയാണുള്ളതെന്ന് മനസ്സിലാക്കാൻ പോലും പറ്റത്തില്ല. ഇപ്പോൾ പോകുന്ന ടൈമിലാണ് നമുക്ക് കാണിച്ചു തരുന്നത് ഈ ഇരുന്ന് പോകുന്ന കാറിൽ ആകെ 2 സീറ്റേ ഉള്ളൂ. ഒരു സീറ്റിലിരുന്നിട്ട് ക്യാച്ചൻ ഡ്രൈവ് ചെയ്യുന്നുണ്ട്, മറ്റേ സീറ്റിൽ പീം ഇരിക്കുന്നുണ്ട്. പീമിൻ്റെ മടിയിലായിട്ട് ഇൻവിസിബിളായിട്ട് നമ്മുടെ കെമ്മു ഇരിക്കുന്നുണ്ടായിരുന്നു. പീമിന് കെമ്മിനെ കാണാനൊക്കെ പറ്റുന്നുണ്ട്. കെമ്മിനോട് അതുകൊണ്ട് പറയുന്നുണ്ട് നീ ടെൻഷൻ ആവണ്ട, എന്തായാലും നമ്മളവിടെ എത്തുന്നത് വരെ അവൾ എന്തായാലും നിൻ്റെ പുറകെ വരത്തില്ലാന്ന്. ആ ടൈമിന് കെമ്മ് പക്ഷേ ഇപ്പോൾ അപകടത്തിലായിരിക്കുന്നത് ജെറ്റ് ആയിരിക്കുമല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ജെറ്റ് തനിച്ചല്ല, പിന്നെ നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, അവൻ ശരിക്കും സ്ട്രോങ് ആണ്. ഇവനിങ്ങനെ കളിച്ച് നടക്കുന്നുണ്ടെങ്കിലും ആവശ്യ ടൈമിന് സ്ട്രോങ് ആവാനായിട്ട് ജെറ്റിനെ കൊണ്ട് പറ്റും എന്നിങ്ങനെ പറയാണ്. അടുത്ത് ജെറ്റിനെയും ചാണിനെയാണ് കാണിക്കുന്നത്. അവരാണെങ്കിൽ ആ ഒരു പാലത്തിൻ്റെ അവിടെ നിന്ന് എടുത്ത് ചാടിയത് നമ്മൾ കണ്ടൊരു കാര്യമാണ്. ഇപ്പോൾ രണ്ടുപേരും വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം നമ്മളെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അതായത് ഇവർ രണ്ടുപേരും കഴിഞ്ഞ ജന്മത്തിലെ മറ്റൊരു സീൻ. ഇവർ രണ്ടുപേരും കഴിഞ്ഞ ജന്മത്തിലെ അവസാനം കണ്ട സീനിൽ നമുക്ക് കാണാൻ പറ്റിയത് ഒരു ലൈബ്രറിയിൽ നിന്ന് ഇവർ സംസാരിക്കുന്ന സമയത്ത് കഴിഞ്ഞ ജന്മത്തിലെ ചാണായിട്ടുള്ള ദായ എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടി നമ്മുടെ ഇപ്പോഴത്തെ ജെറ്റായിട്ടുള്ള ജിന്നിനോട് പറഞ്ഞതാണ് ഞാൻ എബ്രോഡ് പഠിക്കാൻ പോവാണ്, നീ എന്നോട് വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഇപ്പോൾ കാണിക്കുന്ന ഫ്ലാഷ് ബാക്കിൽ കാണാനായിട്ട് കഴിയുന്നത് നമ്മുടെ ജിന്നിൻ്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നതാണ്. ദായയുടെ കൂടെ എബ്രോഡ് പോകാനും പറ്റിയില്ല. ഇപ്പോൾ ദായാണെങ്കിൽ ആരും കാണാതെ ജിന്നാണെങ്കിൽ റൂമിൽ ഇരിക്കുന്ന ടൈമിന് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ജിന്നിപ്പോൾ അവളുടെ കല്യാണം ഡ്രസ്സ് ഇരിക്കുകയാണ്. ദാ പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ നീ കല്യാണം കഴിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, ഞാൻ ഇന്ന് തന്നെ എബ്രോഡിലേക്ക് പോവുകയാണെന്ന്. ആ ടൈമിന് ജിന്ന് ഞാൻ വിചാരിച്ചത് നീ എബ്രോഡ് പോകുമ്പോൾ കൂടെ വരാനായിട്ട് എൻ്റെ അമ്മ സമ്മതിക്കുമെന്നാണ്, എന്നാൽ അവർ സമ്മതിക്കത്തില്ല, എൻ്റെ കല്യാണം ഉറപ്പിക്കുന്നതെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല, എന്നോട് ക്ഷമിക്കുക എന്നിങ്ങനെ പറയുന്നുണ്ട്. ദായപ്പോൾ ജിന്നിനോട് ഇല്ല നീ വിഷമിക്കുകയൊന്നും വേണ്ട, നിന്നെ കല്യാണം ഡ്രസ്സിൽ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ടെന്നൊക്കെ പറയാണ്. ആ സമയം ജിന്നാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു ലോകം ഉണ്ടാകുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഒരു ലോകം എക്സിസ്റ്റ് പോലും ചെയ്യുന്നില്ല, നമുക്ക് ഒന്നിക്കാനായിട്ട് പറ്റത്തില്ല, പക്ഷേ ഞാൻ സ്നേഹിക്കുന്ന ഒരേ ഒരു പെൺകുട്ടി നീ മാത്രമായിരിക്കും എന്ന് പറയുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ ഒരു ജന്മത്തിൽ നമ്മൾ ഒന്നിക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് രണ്ടുപേരും കിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഫ്ലാഷ് ബാക്കിൽ നിന്ന് പ്രസൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഇപ്പോൾ വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോകുന്ന നേരത്ത് ചാൺ അവൻ്റെ ബോധം പോകുന്നതിന് മുന്നേ ജെറ്റിനെ ഒന്ന് കിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ ചാണിൻ്റെ ബോധം പോവുകയാണ്. എന്നാൽ ജെറ്റിന് അവൻ്റെ ബോധം അപ്പോഴാണ് തിരിച്ചു കിട്ടുന്നത്. ഉടനെ തന്നെ ജെറ്റ് ചാണിനെ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് പൊക്കിക്കൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ കരയിലേക്ക് കൊണ്ട് കിടത്തിയിട്ട് ചാണിനെ എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും CPR കൊടുത്തിട്ട് പോലും ചാൺ എഴുന്നേൽക്കുന്നില്ല. ജെറ്റിനാണെങ്കിൽ ടെൻഷനായി വരുന്നുണ്ട്. എത്ര എണീപ്പിക്കാൻ ശ്രമിച്ചിട്ടും ചാൺ എഴുന്നേൽക്കാത്തതുകൊണ്ട് തന്നെ അവൻ മരിച്ചുപോയി എന്ന രീതിയിൽ നമ്മുടെ ജെറ്റ് എത്തിപ്പെടുന്നുണ്ട്. ജെറ്റാണെങ്കിൽ നീ എന്നെ വിട്ടിട്ട് പോകത്തില്ല എന്ന് പറഞ്ഞല്ലേ, കഴിഞ്ഞ ജന്മത്തിലോ ഒന്നിക്കാൻ പറ്റിയില്ല, ഈ ജന്മത്തിലെങ്കിലും ഒന്നിക്കണ്ടേ എന്നിങ്ങനെ പറഞ്ഞിട്ട് ചാണിനെ ഹഗ് ചെയ്തുകൊണ്ട് ഇവൻ കരയാനായിട്ട് തുടങ്ങാണ്. ആ സമയം എന്തോ ഭാഗ്യത്തിന് ചാണിന് അവൻ്റെ ബോധം തിരിച്ചു വരുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ജെറ്റിനും ഒന്ന് സമാധാനമാവുന്നത്. ജെറ്റ് കരയുന്നിട്ട് ചാണാണെങ്കിൽ കരയെന്ന് വേണ്ട, ഞാൻ അതിനെ ടെൻഷനാക്കിയല്ലേ, ഐ എം സോറി, ഞാൻ അതിനെ ഇട്ടിട്ട് പോകത്തില്ല, ഈ ജന്മത്തിൽ നമ്മൾ എന്തായാലും ഒരുമിച്ച് തന്നെ ജീവിക്കൂ എന്ന് പറയുന്നുണ്ട്. രണ്ടിനും കിസ് ചെയ്യുന്നുണ്ട്. വീണ്ടും അടുത്ത് റാംബുങ്ങിനെ കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ ജെയിനുള്ള അതേ റൂമിൽ റാംബുങ് നിൽക്കുന്നുണ്ട്. ജെയിനാണെങ്കിൽ പെട്ടെന്ന് പോകാൻ നോക്ക്, വെറുതെ ഇവിടെ നിന്നിട്ട് എനിക്കിട്ട് പണിയെന്ന് സമയം കളയാൻ നിൽക്കണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ റാംബുങ് ആണെങ്കിൽ അവളെ പറ്റിച്ചതിൻ്റെ അത്രയും ദേഷ്യത്തിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ജെയിൻ്റെ കഴുത്തിനെ പിടിച്ച് ഞെരുക്കിയിട്ട് അവളെ തല കൊണ്ട് അവിടെ സൈഡിൽ ഇടിക്കുന്നുണ്ട്. അങ്ങനെ ജെയിൻ്റെ ബോധം പോകുന്നുണ്ട്. റാംബുങ് എന്നിട്ട് അവളുടെ പവർ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ കെമ്മും പീമും എവിടെയാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും തിരിച്ച് പീമിൻ്റെ സ്ഥലത്ത് തന്നെ എത്തിച്ചേർന്നു എന്നിങ്ങനെ മനസ്സിലായിട്ട് അവളും നേരെ അങ്ങോട്ടേക്ക് പോവാണ്. ഇതേസമയം കെമ്മും പീമും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ക്യാച്ചനാണെങ്കിൽ ഞാൻ പോയിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം നോക്കാം, രണ്ടുപേരും എല്ലാ കാര്യങ്ങളും സേഫായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യും, എന്തായാലും ഞാനാണെങ്കിൽ നിനക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും കെം, എന്നിട്ട് വേണം നിനക്കൊരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യാനായിട്ട്, എല്ലാം സോൾവ് ആവുമെന്ന് പറഞ്ഞിട്ട് ക്യാച്ചൻ അവൻ്റേതായ അടുത്ത കാര്യം ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അവിടെ അപ്പോൾ ഒരു അമ്പലം പോലെ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് തന്നെ ഇവർക്കറിയുന്ന എല്ലാവരും മരിച്ചുപോയ മുത്തശ്ശി വിളിച്ചു വരുത്തിയൊരു സന്യാസി ഉണ്ടല്ലോ, അയാൾ ഇപ്പോഴും പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ടായിരുന്നു. അയാളാണെങ്കിൽ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കെമ്മിനെ കൊണ്ട് അയാളുടെ അടുത്തേക്ക് ഇരുത്തുന്നുണ്ട്. ഭീമം അങ്ങോട്ടേക്ക് ചെന്നിട്ട് രണ്ടുപേരും
രണ്ടുപേരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ഭീമിന് കഴിഞ്ഞ എപ്പിസോഡിൽ ആ നാഗ ഒരു ആയുധം കൊടുത്തത് നമ്മൾ കണ്ടതാണ്. ആ ഒരു ആയുധം ഇപ്പോൾ ഭീം എടുത്ത് പുറത്തേക്ക് വെക്കുന്നുണ്ട്. തനിക്കിത് ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്ന് അവനിങ്ങനെ പറഞ്ഞിട്ട് അതിൻ്റെ ബോക്സും അവിടെ വെച്ച് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കെമ്മിനോട് നീ ഇവിടെ തന്നെ ഇരിക്കണം, ഇവിടെ ഒരു കവചമുണ്ട്, അതിൽ നീ പുറത്തേക്ക് വരരുത്, നീ വരാതെ എന്തൊക്കെ സംഭവിച്ചാലും ഇതിൻ്റെ അകത്ത് തന്നെ സേഫായിട്ട് ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് ഭീം പുറത്തേക്ക് ഇറങ്ങാണ്. ഭീം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ റാംബുങ് അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവളാണെങ്കിൽ നിനക്കിതിൽ ഇടപെടേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിച്ചിട്ട് അവനെ മാറ്റിയിട്ട് നേരെ കെമ്മിൻ്റെ അടുത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. എന്നാൽ അവൻ ഇരിക്കുന്ന സ്ഥലം മൊത്തം ഒരു കവചം നിറഞ്ഞതുകൊണ്ട് തന്നെ എത്ര ശ്രമിച്ചിട്ടും റാംബുങ്ങിന് അവൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുന്നില്ല. ഒരു സന്യാസി അവൻ്റെ അടുത്തിരുന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥന ചെയ്തിട്ട് ഇയാളാണ് ഈ ഒരു കവചം വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലായിട്ട് റാംബുങ് ആണെങ്കിൽ ആ സന്യാസിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇത് നിങ്ങളുടെ കാര്യമല്ല, വെറുതെ ആവശ്യമില്ലാതെ ഇതിൻ്റെ അകത്ത് ഇടപെടാൻ നിൽക്കരുത്, എൻ്റെ ക്ഷമ പരീക്ഷിക്കുന്നതിന് മുന്നേ ഇവിടെ നിന്ന് പോകാനായിട്ട്. എന്നാൽ സന്യാസി മൈൻഡ് പോലും ചെയ്യുന്നില്ല. അയാളുടെ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യാണ്. അങ്ങനെ റാംബുങ് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിവിടെ നിൽക്കുന്നുണ്ട്. അവസാനം അവൾ ദേഷ്യത്തിൽ ഭീമുമായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഭീമിന് അവളുടെ മുന്നിൽ തീരെ പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. അവനാണെങ്കിൽ എന്തെങ്കിലും പറ്റിപ്പോകുന്നൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് കറക്റ്റ് ക്യാച്ചൻ മറ്റൊരിടത്തേക്ക് പോയി നിന്നിട്ട് അവിടെ ഒരു വലിയൊരു മണി ഉണ്ടായിരുന്നു. ആ മണിയിലേക്ക് അവൻ അടിക്കുവാണ്. അപ്പോൾ അതിൻ്റെ ശബ്ദത്തിൽ റാംബുങ്ങിൻ്റെ ശ്രദ്ധ തിരിയുന്നതും ഭീം അവൻ്റെ മന്ത്രം ഉപയോഗിച്ച് അവളെ താഴേക്ക് തള്ളിയിടുന്നുണ്ട്. ആ നേരം കൊണ്ട് തന്നെ രാത്രി 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ കെമ്മിന് 21 വയസ്സായിട്ടുണ്ട്. അങ്ങനെ ഭീം പറയുന്നുണ്ട്, കെമ്മിന് 21 വയസ്സായി കഴിഞ്ഞു, അതായത് നിൻ്റെ ആ ഒരു ശാപം അതിവിടെ വെച്ച് കഴിയുവാണ്. നീ തന്നെയാണ് അവനെ ശപിച്ചത്, അവൻ 21 വയസ്സാവുന്നതിന് മുന്നേ നീ അവനെ കൊല്ലുമെന്ന്. ആ ശാപം തെറ്റിച്ചുകൊണ്ട് അവൻ 21 വയസ്സായതിനു ശേഷം നീ അവനെ കൊല്ലുവാണെങ്കിൽ നിൻ്റെ ആത്മാവ് തന്നെ ഇവിടെ നിന്ന് വാങ്ങിപ്പോവും എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം റാംബുങ് ആണെങ്കിൽ ഇല്ല, ഇതിങ്ങനെയൊന്നും അവസാനിക്കാനായിട്ട് ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. ഇതേസമയം കെമ്മ് അവിടെ അകത്തിരുന്നുകൊണ്ട് പറയുന്നുണ്ട്, നിൻ്റെ മകൻ മരിച്ചു പോയതിൽ എനിക്ക് വിഷമമുണ്ട്, എന്നാൽ ആ മരിച്ചതിൽ എനിക്ക് യാതൊരു പങ്കുമില്ല, നമുക്കിതങ്ങ് നിർത്തിക്കൂടെയെന്ന്. എന്നാൽ റാംബുങ് പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. റാംബുങ് ആദ്യം ഇവിടെ വന്നപ്പോൾ തന്നെ അവൾ ഒറ്റയ്ക്ക് വരാൻ തന്നെ കാരണം ഭീമാണെങ്കിൽ ഇവിടെയുള്ള എല്ലാ ആത്മാക്കളെയും ഒഴിപ്പിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ അവരുടെ മൈൻഡ് കൺട്രോൾ ചെയ്തിട്ട് റാംബുങ് കൂടെ കൊണ്ടുവന്നേനെ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഭീം സേഫായിട്ട് നിൽക്കായിരുന്നു. എന്നാൽ ഇപ്പോൾ റാംബുങ് ആണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നിന്ന് ഒരുപാട് ആത്മാക്കളെ ഇങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഒരുപാട് ആത്മാക്കൾ അങ്ങോട്ടേക്ക് വരുവാണെന്ന് ഭീമിനും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആ സമയം റാംബുങ് പറയുന്നുണ്ട്, എൻ്റെ ശാപം ഇതുവരെയായിട്ട് കഴിഞ്ഞിട്ടില്ല, കാരണം കെമ്മ് ജനിച്ചത് രാവിലെ 6 മണിക്കാണ്. ഇതിപ്പോൾ 12 മണിയേ ആയിട്ടുള്ളൂ. രാവിലെ 6 മണി ആയി കഴിഞ്ഞാൽ മാത്രമേ അവൻ 21 വയസ്സ് ശരിക്കും ആവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇനിയും അവനെ കൊല്ലാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ഭീമിന് അതൊരു ഷോക്കായിരുന്നു. കാരണം ഇനി എത്ര മണിക്കൂർ പിടിച്ചിരിക്കണം ആ ഒരു ശാപം കഴിഞ്ഞ് കിട്ടാനായിട്ട്. അതിനു മുന്നേ മരിക്കാൻ വരെ ചാൻസ് ഉണ്ട്. അവനാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവളുടെ കൺട്രോളിൽ വന്ന ആ ഒരു ആത്മാക്കളെല്ലാം തന്നെ ഭീമിനെ കൊല്ലാനായിട്ട് അവൻ്റെ ചുറ്റും കൂടി വളയുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നത്. ഇനി ഒരൊറ്റ എപ്പിസോഡേ ബാക്കിയുള്ളൂ. ഫൈനൽ എപ്പിസോഡിൽ എല്ലാം ഓക്കെ ആവും തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഈ ഒരു എപ്പിസോഡ് എങ്ങനെ ഉണ്ടാകുമെന്ന് ആരും പറയാനായിട്ട് മറക്കരുത്. നെക്സ്റ്റ് എപ്പിസോഡ് വരുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.